അപ്പോൾ ഗൈസ് നമ്മൾ ശ്രീനഗർ എത്തുന്ന വരെയുള്ള വീഡിയോ ഉണ്ട് ഇതിന് മുന്നിട്ടത്. അപ്പോൾ ഇത് ശ്രീനഗറിലെത്തിയപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ റൂമിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല സ്നോഫോൾ ആയിരുന്നു ഗൈസ്. അന്ന് വരെ കാശ്മീർ സ്നോഫോൾ ഇല്ല തോന്നുന്നുണ്ട്. നമ്മൾ ആ ചെന്നീൻ്റെ പിറ്റേന്ന് നല്ല സ്നോഫോൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് പോലും മാറ്റാതെ പെട്ടെന്ന് സ്നോഫോൾ ഇനി പോയി കഴിഞ്ഞാലോ എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് ഞങ്ങൾ സ്നോയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി പിന്നെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ അതിലെടുത്ത് 1-2 ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കട്ടോ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്ത്. സ്നോഫോൾ നല്ല കേട്ടോ, സ്നോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഫസ്റ്റ് ദിവസം ശ്രീനഗറായിരുന്നു നമുക്ക് കറങ്ങാണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ഷിക്കാര റൈഡിനാണ്. അപ്പോൾ ഷിക്കാര റൈഡിന് പോകുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ പിന്നെ സ്നോഫോൾ ഇല്ല. സ്നോഫോൾ അവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്ന്. പിന്നെ നമ്മളവിടെ ചെന്ന് നമ്മൾ ഷിക്കാരയൊക്കെ എടുത്ത്. അപ്പോൾ നമ്മളെ കൂടെ ഷിക്കാരയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളെ ടീമിലുള്ളവർ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അവിടെ ചെന്നിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഷിക്കാരയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഈ ഷിക്കാര റൈഡിൻ്റെ അവിടെയുള്ള ഈ ലേക്കിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഷിക്കാരയിൽ പോകുന്ന സമയത്തും നമ്മൾ കാണുന്ന വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു നമ്മളെ കൂടെ ഷിക്കാരയിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഷിക്കാര റൈഡ് കഴിഞ്ഞപ്പോത്തിന് ഷിക്കാര റൈഡ് ഒരു പകുതി ആവുന്ന സമയം തൊട്ടിട്ടേ അവിടെ നിന്ന് തന്നെ സ്നോഫോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. ആ ഫോട്ടോസും വീഡിയോസും ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൾറെഡി കണ്ടേ ഉണ്ടാവും. സത്യം പറയുന്നത് ജനുവരി പോയി ട്രിപ്പ് ചെയ്തിട്ടോ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷിക്കാര റൈഡ് കഴിഞ്ഞ് വരുന്ന സമയപ്പോത്തിന് അവിടെ നല്ല സ്നോഫോൾ ആയിട്ട് കേട്ടോ. കണ്ടതൊക്കെ ഐ മീൻ ഇത്രയും സ്നോഫോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ ഷിക്കാര റൈഡിൻ്റെ ഒരു മെയിൻ സംഭവമാണ് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുക. കാരണം ഇതിൽ ഷോർട്ട് ആയതുകൊണ്ട് ഇതിൽ കുറച്ച് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ കാശ്മീരിൽ ഷിക്കാര റൈഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ഇത് 2 സൈഡിലൊക്കെ നിറച്ച് ഷോപ്പുകളെ കയറി നമ്മൾ ഷിക്കാര അവിടെ സൈഡാക്കിയിട്ടെന്നൊക്കെ പറയാൻ പറ്റുന്ന അവിടെ നിർത്തിയിട്ട് നമ്മൾ ഷോപ്പ് കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം. അതാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് പോലും പറയുന്നത്. ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ, വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ അതാണ് അതിനങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് ചിലപ്പോൾ ഈ ഐ മീൻ ഷിക്കാരയിൽ തന്നെ പല പല കച്ചവടക്കാർ വരും കേട്ടോ. ഐസ്ക്രീം, മോമോസ്, ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ട് പല ആൾക്കാർ വരും. അപ്പോൾ ഓരോരുത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഫ്ലോട്ട് ചെയ്തുകൊണ്ട് മേടിക്കുന്നതുകൊണ്ട് അതിന് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നതാവാം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ എന്താ നട്ട്സിൻ്റെ ഷോപ്പുകൾ, പിന്നെ നമ്മളെ പല പല ഡ്രസ്സ്, ഷോള് അതിൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സൈഡാക്കിയിട്ട് നമുക്ക് മേടിക്കാം. പിന്നെ നമ്മൾ പോണ സമയത്ത് തന്നെ നമ്മൾ ഷിക്കാരി കയറുന്ന സമയത്ത് സ്നോഫോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പകുതി ആയപ്പോൾ തൊട്ട് സ്നോഫോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് വന്നൊരു കാക്കാൻ്റെ അടുത്ത് നിന്ന് മറ്റേ കാശ്മീരി കാവ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാവ നല്ല കാവയായിരുന്നു. പിന്നെ നമ്മൾ പോരാൻ സമയത്ത് നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് കുടിച്ചാൽ അത് അത്ര അടിപൊളിയായിരുന്നില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഡേ ഷിക്കാര റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ശ്രീനഗറിനുള്ള ഒരു നിഷാത്ത് ഗാർഡൻക്കാണ്. സത്യം പറഞ്ഞാൽ അവിടെ കുറേ ചെടികളും ഹരിതാപമൊക്കെയാണ് കാണാനുള്ളത്. നമ്മൾ പോയ സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കായിരുന്നു. അതേപോലെ തന്നെ നല്ല സ്നോഫോളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെന്നതല്ലേ എന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ മറ്റേ കാശ്മീരി ഡ്രസ്സ് റെൻറ്റിൻ്റെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഷിക്കാര റൈഡിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഭയങ്കര ഓവർ റേറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അത് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണോലാണെന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ യൂട്യൂബിൽ ഇട്ട് തോന്നുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ കാണാനുള്ളത് കുറേ ചെടികളും പിന്നെ ഒരു ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ നമുക്കതൊന്നും കാണാൻ പറ്റില്ല, കാരണം ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പോരുന്ന സമയത്തുള്ള ഫലൂദ കഴിച്ച വീഡിയോ ഒക്കെ ഞാൻ വേറെ ഇട്ടിട്ട് കേട്ടോ. കാണാത്തവർ പോയി കാണണേ. നമ്മൾ ആ ഗാർഡനിൽ റിട്ടേൺ വരുന്ന സമയത്ത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് തന്നെ കഴിച്ചതാണ് കേട്ടോ ഈ വെജ് മോമോസ് ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ അത് നമ്മൾ നടത്തൊക്കെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. സത്യം പറയുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക. പിന്നെ ഡിന്നർ മാത്രമേ നമ്മളെ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഴിക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കേട്ടോ ചെയ്യാം, ട്രിപ്പിൻ്റെ ഇടയ്ക്കായതുകൊണ്ട്. ഇത് പിന്നെ ആ പാർക്കിൽ നിന്ന് റിട്ടേൺ വരുന്ന സമയത്ത് അവിടെ നിറച്ച് ഫുഡ് കോർട്ടാണ് കേട്ടോ. 2 സൈഡിൽ നിറച്ച് ഫുഡുകളാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാശ്മീരി ഒതൻറ്റിക് ഫലൂദ ട്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സേമിയാണ് അവർ യൂസ് ചെയ്യുന്നത്, നമ്മളെ സാധാ സേമിയല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീമൊക്കെ ഇട്ട് എന്തൊക്കെയോ സിറപ്പുകളൊക്കെ ഒഴിച്ച് അവർ തന്നു. സത്യം പറയാലോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാൽ ഓല സിറപ്പിന് അല്ലെങ്കിൽ ഓല ഐസ്ക്രീമിനൊക്കെ വേറൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മളെ പോലൊക്കെ ഒരു ടേസ്റ്റ് ആണല്ലോ, ഓല ഒതൻറ്റിക് സാധനമാണല്ലോ, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സത്യം പറയാച്ചാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അത് തിന്നുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവുണ്ടാകും. പക്ഷേ കുറ്റമൊന്നും പറയാമല്ലോ, നമുക്ക് ആ ടേസ്റ്റ് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അത്രയുള്ളൂ. വേറെ നോക്കിയാൽ ക്വാണ്ടിറ്റി പ്രൈസ് 100 തോന്നുന്നുണ്ട്. അതിനൊക്കെ ഉള്ള വർത്തായിട്ടുള്ള സാധനമാണ്. നമുക്കത് കഴിച്ച ശീലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അത്രയുള്ളൂ. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ശ്രീനഗറുള്ള എക്സ്പ്ലോറിങ്. അപ്പോൾ അത് പിന്നെ നമ്മളെ പാർക്കും കൂടി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ പോയത് ഈ ഒരു പള്ളിക്കായിരുന്നു കേട്ടോ. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പള്ളിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾക്ക് ഉള്ളിൽ അലോഡൊന്നും അല്ല കേട്ടോ. പെണ്ണുങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കയറും, എന്നിട്ട് പിന്നെ വേറൊരു വഴിക്ക് കൂടി നമ്മൾ ഇറങ്ങി പോകണം. ആണുങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഫോൺ അത്ര അലോഡ് അല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ക്ലിപ്സേ ഉള്ളൂ കേട്ടോ. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അലോഡ് അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പള്ളിൻ്റെ പുറക്ക് അടിപൊളിയുണ്ട്, അവിടെ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇതേന്ന് പള്ളിൻ്റെ പുറമെ അങ്ങനെ കുറേ സ്ഥലമുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ലാസ്റ്റിക്ക് അവിടേക്ക് ഒരു പുഴ പോലെ എന്തോ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടീനെ സൈഡാക്കിയിട്ട് ഇങ്ങനെ പർച്ചേസിന് വേണ്ടി നിർത്തിയതുണ്ട്. അവിടെയുള്ള വ്യൂ ഇതായിരുന്നു, നല്ല സ്നോഫോൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. രാത്രി കഴിയുമ്പോഴത്തേക്കും സ്നോഫോൾ നല്ല ഹെവി ആയി തുടങ്ങി കേട്ടോ. നമ്മൾ സ്നോഫോൾ ആയപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് നമ്മൾ ഫസ്റ്റത്തെ ഡേ കഴിഞ്ഞല്ലോ. നമ്മൾ പിന്നെ നേരെ റൂമിൽ പോയി. അപ്പോൾ നമുക്ക് ഡിന്നർ അവിടെ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്ക് നമ്മൾ ഹോട്ടലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇതേന്നിട്ട് നമ്മൾ പോയ വണ്ടി, ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ വണ്ടിയിലുള്ളവരുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ അവിടുത്തെ ഒരു ക്ലൈമറ്റ്.